ഇതെന്താ? എന്താ ഇത് നിങ്ങളുടെ ആ നൊസ്റ്റാൾജിയ പെട്ടിന്ന് കിട്ടിയതാ എനിക്ക്. അത് സൂക്ഷിച്ചു വെച്ചോണം കേട്ടോ, ചീത്തയായ എന്റെ സ്വഭാവം മാറും. അതെ, അത് മാറും. നിങ്ങൾ എഴുതിയ പ്രേമലേഖനാണല്ലോ ഇത്. പ്രേമലേഖനോ? ആ മോളെ വായിച്ചു നോക്ക്. താമര വിരിഞ്ഞതുപോലെ ശോഭ നിറഞ്ഞ നിന്റെ മുഖം എന്റെ ആത്മാവിൽ എത്രയോ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് നിനക്കറിയാമോ സഖി? അച്ഛാ, എന്താ ഇത്? അയ്യേ, അച്ഛൻ ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഡാഡീസ് ഒരു പൂവാലായിരുന്നല്ലേ, പാവം മമ്മീസ്. ഈ പ്രേമലേഖനം എഴുതിയ അവൾമാരോടെ നിങ്ങൾ ഏത് നേരം ഫോൺ വിളിച്ച് സൊള്ളുന്നത് എനിക്ക് മനസ്സിലായി. ഞാനാരെ ഫോൺ വിളിക്കാറൊന്നുമില്ല. നിങ്ങൾ കാണാറില്ലേ മക്കളെ? എനിക്കറിയാം ഇതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന്. നീ കണ്ടുപിടിക്കും. ഡീസൽ ഒഴിച്ചപ്പോ സമാധാനമല്ലേ എല്ലാത്തിനും, അല്ലേ? ഇവിടുമാരല്ലേ കടന്നു ചുമ്മാ അമ്മ ചോർന്നു. ഞാനോ? നീ വിട്ടത് നിന്റെ പേടിയും വാനവാൽ മോതിരം. ആ മോതിരം മേടിക്കുന്നില്ല. എന്റെ പേടി മാറണ്ടേ? പേടി മാറ്റി തരാന്നില്ലേ? അതെനിക്ക് താഴാ ഒറ്റ ഇടിയാ വെച്ച് തരാൻ പോണത്. അതൻ കൊടുക്കച്ച, അല്ലെങ്കിൽ അവനൊരു പേടിത്തൂറിയ. പേടിത്തൂറി എന്റെ അച്ഛനെ മോതിരം. നീ അങ്ങനെ പേടിത്തൂറിയായിട്ടിരുന്നാ മതി. എന്താ മോതിരം? എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പൈസ ചോദിച്ചപ്പോ എന്നെ തല്ലാൻ വന്നല്ലേ? ശരിയാക്കി തരാ ഞാൻ. എന്താ? ഒന്നുമില്ല, നിന്നോടൊന്നും പറഞ്ഞില്ല. ചേച്ചി വാ, നമുക്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? പൊടി പൊടി പൊടി. എനിക്ക് വേണ്ടിട്ടല്ല, സഹോദരിക്ക് വേണ്ടിട്ടാ. വേണമെങ്കിൽ മതി. ഓ ജാടാ, ഞാൻ പോവുക. പുളിമരത്തിലുണ്ടായതാണ് ഈ ഓറഞ്ച്. എന്തൊരു കൂടി. അപ്പച്ചി, അച്ഛന്റെ പഴയ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്തിന്? അമ്മ അറിയണ്ട അച്ഛന്റെ പഴയ കാര്യങ്ങളൊക്കെ. അതച്ഛൻ്റെ ചെറുപ്പത്തിലുള്ള ലീലാവിലാസങ്ങളല്ലേ? അല്ല സരിതേ, നീ പറ നിന്റെ ചേട്ടന്റെ ലീലാവിലാസങ്ങൾ. ചേച്ചിക്ക് ചേട്ടന്റെ ഏതൊക്കെ ലീലാവിലാസങ്ങളാണ് അറിയേണ്ടത്? ആ കത്തൊക്കെ ആർക്കാ എഴുതിയതെന്ന് പറഞ്ഞ. ചേട്ടന് 8 പഠിക്കുമ്പോ ലിസി എന്ന് പറഞ്ഞ പെണ്ണായിട്ട് പ്രേമുണ്ടായിരുന്നു. പക്ഷെ അത് പൊട്ടിയില്ലോ. അതല്ല, 9 പഠിക്കുമ്പോൾ ഒരു മിനി ഉണ്ടായിരുന്നു. പക്ഷെ മിനിയുടെ ആങ്ങളമാര് ചേട്ടനെ പേടിപ്പിച്ച് ഓടിച്ച്. അത് പെട്ടെന്ന് കിട്ടും, അത് പോയി. അല്ല സരിതേ, നിന്റെ ചേട്ടൻ സ്കൂളിൽ പോകുന്നത് പ്രേമിക്കാനായിരുന്ന? എന്തായാലും പഠിക്കാനല്ല, അപ്പൊ പ്രേമിക്കാനായിരിക്കും. അങ്ങനൊന്നുമില്ല. ചേട്ടന് കുറേ പ്രേമുണ്ടായിരുന്നു. എന്റെ ചേട്ടന്റെ പ്രേമരോഗോ ഞാൻ മാറ്റി കൊടുക്കാം. ചേച്ചി, ഞാൻ പറഞ്ഞു തന്നൊന്നും ചേട്ടനോട് പറയല്ലേ? അല്ല, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സത്യമുള്ള കാര്യങ്ങളല്ലേ. അമ്മാരോടും അറിയില്ല. അപ്പച്ചി, അപ്പച്ചിക്ക് പ്രേമുണ്ടായിരുന്ന? ഓടിയായിരുന്നു. പറ, എന്തൊക്കെ അറിയണം പെണ്ണ്? പറ അപ്പച്ചി, ഞാനൊന്നും അറിയട്ടെ. എനിക്ക് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. ഓടിയായിരുന്നു അപ്പുറത്തേക്ക്. അവർക്ക് പറഞ്ഞൂടാ. എടാ, ആ ആനവാലും മോതിരവേ നീ ആ സഞ്ജുവിന് കൊടുക്ക്. ഒന്ന് പോവാമാ, അമ്മയുടെ മരുമോള് കലിതുള്ളി നടക്കുക. ഇപ്പൊ ഇത് എനിക്ക് ആവശ്യം. അല്ല, നിങ്ങളായിരിക്കും ആ പ്രേമലേഖനല്ലേ എഴുതിയത്? 8ാം ക്ലാസ് പഠിക്കുന്ന മിനിക്കോ, അല്ലെ 9ാം ക്ലാസ് പഠിക്കുന്ന ലിസിക്കോ? എന്റെ മോനെ പള്ളിക്കൂടത്ത് വിട്ടതേ പഠിക്കാനല്ല, നിന്നെ പോലെ പ്രേമലേഖനം ഒന്നും എഴുതാനല്ല. എന്നിട്ടാണല്ലോ നിങ്ങളെ മകന്റെ നൊസ്റ്റാൾജിയയിൽ പ്രേമലേഖനം കെട്ട് കണക്കിന് വെച്ചിട്ടുള്ളത്. ദേ ചുമ്മാ കള്ളക്കഥ ഉണ്ടാക്കല്ലേ. കെട്ടുകണക്കിനൊന്നുമില്ല. ആ പടം 5 6 എണ്ണേ ഉള്ളൂ. കേട്ടല്ലോ പിന്നെ ആരെ മോനെ വായി നിന്നെ കേട്ടില്ലേ? ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മകള് സരിതി ഉണ്ടല്ലോ, അവളോട് പോയിട്ട് ചോദിക്കുക. അവളെ എനിക്കിതൊക്കെ പറഞ്ഞു തന്നത്. എടി, നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പ്രേമലേഖനം അല്ലത്. പ്രേമലേഖനത്തിനല്ലോ ഒരു ഉദ്ദേശമുള്ളൂ, അതെനിക്ക് നന്നായിട്ട് അറിയാം. എടി, പള്ളിക്കൂടത്ത് പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയെന്ന് വെച്ച് ഇപ്പോഴും പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു നടക്കാൻ നിനക്ക് നാണമില്ലേടി? അന്ന് പ്രേമലേഖനം എഴുതിയ പെൺപിള്ളേരുമായിട്ട് ഇങ്ങേർക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്ന് എനിക്കറിയാം. അനാവശ്യ കഥ ഉണ്ടാക്കരുതേ. ഞാൻ പറഞ്ഞു നീ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങളൊന്നും. നിങ്ങൾ കൂടുതൽ എൻ്റെ അടുത്ത് ഉദ്ദേശിക്കാൻ നിൽക്കല്ലേ? ഉദ്ദേശിച്ചാ നീ എന്ത് ചെയ്യും? ഞാനും ചില കാര്യങ്ങൾ അങ്ങ് ഉദ്ദേശിക്കും, അത്ര തന്നെ.
എന്താ എന്തേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നീയല്ലേ പറഞ്ഞിട്ട് പോയത്. അതെ, ആ. ഞാൻ തന്നെയാ പറഞ്ഞിട്ട് പോയത്. ആ? എനിക്ക് ഇതിന്റെ ഉത്തരം ഇപ്പം കിട്ടണം. ഉത്തരം കിട്ടണമെങ്കിൽ നീ എടുത്തോണ്ട് പാടി. എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? വായിച്ചു നോക്കെടുത്ത്. ആ വായിച്ചു നോക്കിട്ട് എനിക്ക് തന്നെ ശരീരം അങ്ങ് ഉളുത്തുപോയി. നിനക്ക് എടുത്ത് വായിച്ചു നോക്കിയിട്ട് നിനക്കൊന്നും തോന്നാൻ സാധ്യതയില്ല. എന്താ എന്താ മകന്റെ ലീലാവിലാസം പറയുമ്പോ മുഖം ഇങ്ങനെയാക്കുന്നത്? ചോദിക്ക് മകനോട് ചോദിക്ക്. ഉള്ളതാന്ന് പറയും. ഞാൻ അമ്മയുടെ പറഞ്ഞില്ലേ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഉള്ളത് തന്നെയാ പറഞ്ഞത്. എന്റെ കണ്ണ് കണ്ട കാര്യ പറഞ്ഞത്, ഇല്ലാത്തതൊന്നും ഞാൻ അങ്ങനെ വിളിച്ചു പറയാറില്ല ആരോടും. നീ എന്ത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് കുറച്ച് തണ്ണുണ്ട്, അതൊക്കെ കേൾക്കുമ്പോ കാണുമ്പോഴൊക്കെ. നീ എഴുത്തെടുത്തോണ്ട് പാടി. എന്റെ അമ്മ സത്യമായിട്ടും ഞാൻ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിർത്തടാ, എല്ലാത്തിനും കാരണക്കാരി നിന്റെ അനിയത്തി. അവളെ ഞാൻ രണ്ട് കൊടുത്തു വരാം. എന്തൊരു ഗതികേടാ എന്റെ ഭഗവാനെ. ഒറ്റ മോളായിരുന്നെങ്കിൽ തേങ്ങകളൊക്കെ എന്റെ സ്വന്തമായേനെ. എന്ത് ചെയ്യാം, യോഗല്ല. എടി സരിത, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോളാന്ന്? ഞാൻ എന്റെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല. എനിക്ക് എന്റെ കുടുംബം എന്നും കൊളാക്കുക, അത്രേ ഉള്ളു ഇവളുടെ ഉദ്ദേശം. കൊളമാക്കാൻ എന്തത് കലക്ക വെള്ളം? നിന്റെ ബുൾഡോസർ പോലത്തെ നാക്കണ്ടല്ലോടി, അത് മതി എന്റെ കുടുംബം കൊളവാക്കാൻ. ഞാൻ ആരുടെ കുടുംബമൊന്നും തകർത്തിട്ടൊന്നുമില്ല. പിന്നെ നീ എന്തിനാടി ആ പുഷ്പയുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? അതൊക്കെ നടന്ന സംഭവങ്ങളാണ് പറഞ്ഞത്. എന്ത് നടന്ന സംഭവങ്ങള്? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ചേട്ടൻ ആ മിനിയുടെ പിന്നാലെ നടന്നേനെ മിനിയുടെ ആങ്ങളമാര് ചേട്ടനെ തല്ലാൻ വന്നില്ലേ? എന്നിട്ട് എന്നെ തല്ലിയൊന്നും ഇല്ല അവര്. അത് ചേട്ടൻ ഓടിപ്പോയി, പിന്നെ ചേട്ടനെ തല്ലും. എന്തുവാടാ പ്രകാശ? അമ്മ ഇവിടെ ഓരോന്നൊക്കെ വേണ്ടാത്ത പറയുന്ന, ഞാൻ ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ ഓടി പോയെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദീപേനെ പ്രേമിച്ചേന് അതിന്റെ പ്രതികാരമായിട്ട് ദീപയുടെ കാമുകൻ എനിക്ക് ലവ് ലെറ്റർ വന്നതോ? തന്നിട്ട് നീ 2 കൈ നീട്ടി അങ്ങോട്ട് മേടിച്ചില്ലേടി? ലവ് ലെറ്റർ എന്നാ ഞാൻ മേടിക്കും. അയ്യോ, എന്തുവാടാ പണ്ട് നടന്ന പ്രേമക്കാസൊക്കെ ഇപ്പൊ എടുത്തിടുന്ന? നാണം ഇല്ലടാ രണ്ടിനും. അമ്മ ഇവിടെ കൊത്തി എന്റെ കുടുംബത്തിൽ കയറി കൊത്തി തുടങ്ങി, അതെന്തിനാന്ന് അമ്മ ചോദിക്കും. അതെന്റെ ഇഷ്ടത്തിനാണെന്ന് പറയാം അങ്ങോട്ട്. നീ ഒരക്ഷരം മിണ്ടല്ല, ഇറങ്ങി പോടാ, പോ. അങ്ങനെ പോകാൻ പറ്റില്ല. ഇവളുടെ ഈ സ്വഭാവം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കുടുംബം കുളവാകുന്നത്. ഞാൻ എന്നെ പിടിച്ചിരിക്കാറായ നിന്നെ ഇടിക്കൂടെ, നിന്നെ ഇടിച്ച് കൊന്നു കളയും ഞാൻ. കൈ മാങ്ങ പറിക്കാൻ പോകും. നിന്റെ മാങ്ങയല്ല, നിന്നെ അമ്മ ഇവിടെ നിൽക്കുന്നോണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഇല്ലെങ്കിലേ നിന്നെ ഈ വെള്ളത്തിൽ ഞാൻ താത്തിയേനെ. നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോടി? കാര്യമുണ്ട്. അങ്ങനെ തുമ്മിയെ തിരക്കിയപ്പോ എന്താണെങ്കിലേ നാത്തുണ്ട് ഇറങ്ങി പോവാൻ പറ. അത് കൊള്ളാലോ. എന്റെ മോനെ മരുമോളെ കൂടെ തെറ്റിക്കാൻ നോക്കണോടി നീ? നടക്കില്ലോട്ടാ. ഞാൻ നടത്തിക്കും. നീ എന്റെ ചെറുക്കന്റെ കുടുംബം നശിപ്പിക്കുമല്ലോടി. അല്ലെങ്കിൽ തന്നെ എന്റെ ചെറുക്കന് അരവട്ട അത് മുഴുവട്ടാക്കാൻ നോക്കുന്നോടി. പിടിക്കൂടി. എടാ, ഈ ഉറക്കമില്ലായ്മ ശരിക്കും എങ്ങനെയാ? എന്റെ പൊന്നടി ആവുന്ന തന്നെ ഓർമ്മിപ്പിക്കല്ലേ, ഇപ്പൊ തന്നെ തല കാണിക്കുന്നു. എനിക്കതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യണ? അച്ഛമ്മയുടെ കഷായം എടുത്തങ്ങ് വീഴും, അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ. എടാ, നീ അച്ഛമ്മയുടെ കഷായം എടുത്ത് കുടിച്ചാ? എടി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞത്, ഞാൻ ഒന്നും എടുത്ത് കുടിച്ചില്ല. ഇല്ല, നീ എന്തായാലും എടുത്ത് കുടിച്ചിട്ടുണ്ടാവും. നീ വേണമെങ്കിൽ റമ്മ ചേർത്ത് കുടിക്കും. റമ്മല്ല, വിസ്കി മേടിച്ച് ഞാൻ കുടിച്ചത് കാണണം. ഈശ്വര, വിസ്കി എടുത്ത്. എടാ, നീ വിസ്കി എടുത്ത് കുടിച്ചാ? നീ കുടിച്ചിട്ടുണ്ട്. എടി കൃഷ്ണേ, നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ചേച്ചി, ഞാനല്ലേ ഇവനാണ് ഈ വിസ്കി. നീ തന്നെയാണ്. ചേച്ചി, ഞാനല്ല ഇവനാണ്. ഇവൻ എന്റെ ചാനൽ വിൽക്കേണ്ട കാര്യം ഒന്നും അറിയില്ല. ഇത് നീയേ ചെയ്യുള്ളൂ. ചാനലാ? ചാനൽ? ഏത് ചാനല്? നീ എന്റെ യൂട്യൂബ് ചാനൽ വിൽക്കാനായിട്ട് പരസ്യം ഇട്ടില്ലേ? യൂട്യൂബാ? യൂട്യൂബ് എന്തോ ചേച്ചി പറയണേ? എന്റെ യൂട്യൂബ് ചാനൽ വിൽക്കാൻ നീ പരസ്യം ഇട്ടോ? ഞാൻ തൊട്ടിട്ടില്ല. നീ തന്നെ അത് ചെയ്യുള്ളൂ. നീ പൈസ കിട്ടാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ വിൽക്കാനിട്ടു. എന്റെ ചേച്ചി, എനിക്ക് എന്താ ബോധമില്ല ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് വിൽക്കാൻ? ആ ചേച്ചി, ഇവക്ക് ബോധമില്ല. അപ്പൊ ഇവള് തന്നെയായിരിക്കും ഇവിടെ. എനിക്ക് ഉറപ്പാ. ആ ഫോണിങ് ആഡ് കാണിക്ക്. നോക്ക്. ആ, ഇത് കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ടല്ലോ. വിളിച്ച് ചോദിക്കാൻ ആരാ ഇട്ടേന്ന്? വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നീ തന്നെയാന്ന് മനസ്സിലാവും. ചേച്ചി വിളിക്ക് വെച്ച് അപ്പൊ ഈ പേരും കള്ളിയുടെ മൊബൈൽ ഇപ്പൊ വിളിക്കുന്നില്ല. കടിക്കും. വിളി നിക്ക, ഞാൻ വിളിക്കട്ടെ.
അയ്യോ അപ്പച്ചി, ഞാൻ ശരിയാക്കണ്ട്. അപ്പച്ചക്ക് എന്താ ഇവളുടെ യൂട്യൂബ്? നിന്നെ പോലെ വല്ല കഷായം എടുത്ത് കുടിച്ചിട്ടുണ്ടാവും അപ്പച്ചി. ഇടി കുടുംബം കലക്ക് നീ അല്ലേടി അപ്പച്ചിയുടെ നമ്പർ ഇട്ട് ആടെ അവിടെ പോസ്റ്റ് ചെയ്താ? ഇറക്കാൻ നീ ഓരോന്ന് പറഞ്ഞാണ്ടല്ലോ കൊല്ലും ഞാൻ നിന്നെ. നീ തന്നെ നിനക്ക് ആരടി കൃഷ്ണ എന്ന് പേരട്ടോ? നിന്റെ അച്ഛൻ. ആ നിനക്ക് കൃഷ്ണയാണ്. നീ കൃഷ്ണയുടെ പേര് മന്ത്രയുടെ സ്വഭാവം. എടാ ചുമ്മാ അല്ലടാ നിനക്ക് ഉറക്കം വരാത്തത് നിന്റെ ഈ സ്വഭാവം കാരണോ? ഓ നീ കുറെ പേമാതയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ പേടി. മിണ്ടാണ്ടിരിക്കോളാം. എന്റെ വേദത്തോടെ ഞാൻ കടിക്കാൻ എന്നെ മുറിയുന്നു. അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ അച്ഛനെ ഇനി കോംപ്രമൈസിന് വിട്ടാൽ പോലും ഞാൻ ഇനി വീട്ടിൽ കയറൂല. അത്രയ്ക്ക് സങ്കടം ഉണ്ട് അച്ഛാ. ആവശ്യമില്ലാണ് അമ്മ എന്നെ തല്ലിയത്. കഷ്ടമുണ്ടോ അച്ഛാ? വല്ലതും മനസ്സിലാവണ്ട. എവിടെ അപ്പച്ചി, അപ്പച്ചി എന്നോട് മിണ്ടാ നിൽക്കണ്ട. കോംപ്രമൈസ് ഞാനില്ല, പൊക്കോ വിട്ടോ. കോംപ്രമൈസിന് ഞാനും ഇല്ല. അപ്പൊ നിന്നെ അച്ഛമ്മ പറഞ്ഞു വിട്ടതല്ലേ? അല്ല, എന്റെ യൂട്യൂബ് ചാനൽ വിൽക്കാനിട്ടാ. ഞാനാ അത് വിക്കാട്ടത്? നീ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ 15 ലക്ഷം കിട്ടുന്ന, മാങ്ങ കിട്ടുന്ന, തേങ്ങ കിട്ടുന്നൊക്കെ. എന്ന് വിചാരിച്ച് എന്നോട് ചോദിക്കേണ്ട എന്റെ യൂട്യൂബ് ചാനൽ വിൽക്കാനിട്ടാ? നിന്റെ ചാനലിനെ കുറിച്ച് പറയല്ലേ? ഊച്ചാളി ചാനൽ എന്നോട് പറയാ, ഒന്നും പറയിപ്പിക്കല്ലേ എന്നെ കൊണ്ട്. ഒരു പേട്ട ചാനല്. സത്യം പറ, എന്താ ചെയ്തേ? ആ ചാനൽ വിക്കാട്ടിട്ടെ ആകെ ഒരുത്തനാണ് വിളിച്ചത്. അപ്പൊ അപ്പച്ചി ലക്ഷങ്ങൾക്ക് അവന് എന്റെ ചാനൽ കൊടുത്താ? ലക്ഷത്തിന് 3 പൂജ്യം വെട്ടിക്കളഞ്ഞൊക്കെ. എത്ര? 1500. 1500? 500 രൂപയ്ക്കാണ് വിളിച്ചത്. അത് നിന്റെ ചാനലിന്റെ മഹിമ കൊണ്ടൊന്നല്ല. അയ്യോ നിന്റെ ഊച്ചാളി പ്രോഗ്രാം കണ്ട് സഹിക്കാൻ പറ്റാണ്ട് അവൻ വാങ്ങിക്കാന്ന് പറഞ്ഞതാണ്. അത് എനിക്ക് ഈ ഫീൽഡിൽ കുറെ ശത്രുക്കളുണ്ട്. അവരാരെങ്കിലും ശത്രുക്കളല്ല, ഹേറ്റേഴ്സ്. അപ്പച്ചി എന്നെന്തേലും പറഞ്ഞോ, എന്റെ ചാനലിന് പറയരുത് ട്ടാ. നിന്റെ ഊച്ചാളി ചാനലിനെ കുറിച്ച് ഞാൻ പറയും. നിന്റെ ഫോൺ എടുത്ത് തല്ലി പൊട്ടിക്കും ഞാൻ. നീ എന്ത് ചെയ്യും? എന്റെ അച്ഛനെ തൊടരുത്. എന്റെ അപ്പൂപ്പനെ ഞാൻ തൊടും, കൊല്ലും. നിനക്ക് ശാപം കിട്ടൂടി എന്റെ അച്ഛനെ തൊട്ട് കഴിഞ്ഞാ. പൊക്കോടായിരുന്നു പോടുന്നു എന്റെ അച്ഛോ. ചാനൽ വിൽക്കാനിട്ടിട്ട് ഞാൻ പോയിക്കതിന് അച്ഛനെ തൊടാൻ നിൽക്കണോ? പോടി, പോയി പരാതി കൊടുക്ക്, കേസ് കൊടുക്ക്, പോ ചെല്ലു. അച്ഛാ ക്ഷമിക്കണം അച്ഛാ. കണ്ടച്ചാ ഈ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്. ഞാൻ ഈ വീട്ടിൽ നിൽക്കണോ? കോംപ്രമൈസിന് ഞാൻ ഇല്ലാട്ടോ അച്ഛാ. എനിക്ക് മതിയായി അച്ഛാ. ഒടിയായില്ലൊക്കെ എന്നൊക്കെ അവള് തല്ലാൻ നിൽക്കണം എൻ്റെ അച്ഛനെ. എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. കല്യാണ ആലോചന വന്നപ്പോ ഒന്നും ആലോചിക്കാണ്ട് എന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഞാനാ കിടന്ന് അനുഭവിക്കുന്നത്. അമ്മേ എന്താടി എന്റെ പുന്നാര അച്ഛനെ കുറിച്ച് അപ്പച്ചി ലീലാവിലാസങ്ങാനം പറഞ്ഞു തന്നാ? അമ്മേ, അപ്പച്ചി പറഞ്ഞതൊക്കെ കള്ള. അച്ഛൻ പാവ അമ്മേ. നിന്റെ അച്ഛനെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലേ. അമ്മേ, അച്ഛൻ എന്നെ ഒന്ന് ചൊറിഞ്ഞു, ഞാനൊന്ന് മാന്തി. ഇത് അച്ഛൻ എന്നെ ഒന്ന് ചൊറിഞ്ഞു. അപ്പൊ അതിന് പകരത്തിനാണ് ഞാൻ അമ്മേനെ അപ്പച്ചീനെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നത്. നിന്റെ അച്ഛനോട് പൈസയും വാങ്ങിട്ട് എന്നെ സോപ്പിടാൻ വരല്ലേ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഈ അപ്പച്ചി തിന്നാനും കള്ളം പറയാൻ മാത്രം ആ ദുർഗുള്ളൂന്ന്? അയ്യടാ, ആരായി പറയുന്നത്? ഓ, അപ്പൊ അമ്മയ്ക്ക് കള്ളം പറയണ അപ്പച്ചീനെ തന്നെയാണ് വിശ്വാസമുള്ളൂ. ഈ കാര്യത്തിൽ എനിക്ക് അവളെ നല്ല വിശ്വാസാ മോളെ. നമ്മ അപ്പച്ചീനെ വിശ്വസിച്ചോ, ഞങ്ങൾ അച്ഛന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. നീ നിന്റെ അച്ഛന്റെ സൈഡിലോ ബാക്കിലോ എവിടെ വേണമെങ്കിലും പോയി നിന്നോ, പക്ഷെ ഇവിടെ നിൽക്കരുത്. പോ അപ്പുറത്തേക്ക്. ഞാൻ നിൽക്കൂ. നീ എന്റെ അടുത്ത് കൊണ്ടിട്ടേ പോളെ. പോടെ പോ. ഞാൻ നിൽക്കാടാ. അല്ല എന്നാലും അമ്മ പോടി. എന്നാലും അമ്മ എന്നാലും കുമ്മ. ഓ, അച്ഛനെ സൈഡ് പിടിക്കാൻ വന്നിരിക്കുന്നു. അച്ഛാ ഇങ്ങനെ അലക്കലിന്റെ മോളിൽ കയറുന്ന നല്ല ഭാര്യ കിട്ടൂല എന്നല്ലേ പറത്തില്ലേ? പഴഞ്ചൊല്ലിൽ പതിരില്ലടാ മോനെ. അതുകൊണ്ടല്ലേ നിന്റെ അമ്മ എന്റെ ഭാര്യയായിട്ട് വന്ന് എന്റെ തലയിലോട്ട് കയറി. അച്ഛൻ ഇങ്ങനെ അമ്മയെ മേടിച്ച് ഇവിടെ ഇങ്ങനെ പാത്തിരുന്നു നാണോ ഇല്ലല്ലോ? തന്നെ രാത്രി ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ വരെ പേടിയുള്ള പേടിച്ചോറ് നീ ആണോ എന്നെ ധൈര്യം തരാൻ പറ്റുന്നത്? ഞാനിപ്പോ ഉച്ചയ്ക്ക് നല്ലോണം കണ്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് വരുന്നത്. ആ പേടിയൊക്കെ എപ്പോഴേ പോയി. പേടി പോയാ നിനക്ക്? ആ പോയി. എങ്ങനെ? അത് ഞാൻ എന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി ഞാൻ ആ പേടിനെ എടുത്ത് കണ്ടെത്തിയിരുന്നു. അങ്ങനെ പേടി പോയി. നിന്റെ പേടി മാറ്റാൻ വേണ്ടി ആനവാൽ മോതിരം തപ്പിപ്പോയതാണ് ഇത്രയും പ്രശ്നത്തിനൊക്കെ കാരണം. കൊണ്ടെങ്കാണ് കിട്ടിയ കുറെ കത്തിന്റെ കാര്യം പറഞ്ഞു. നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ വളർന്ന് കീരിമാവുമ്പോൾ അടി ഉണ്ടാക്കാൻ? അതിന് ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കിയത്, നിന്റെ അമ്മയല്ലേ. നീ പോയി നിന്റെ അമ്മയോട് സംസാരിക്കടാ. ഞാൻ ഇങ്ങനെ സംസാരിക്കണം? അച്ഛൻ പോയി സംസാരിക്കും. എന്നെ കൊണ്ട് പോയി സംസാരിക്കാൻ. അച്ഛൻ ഇങ്ങനെ പേടിച്ചിരിക്കല്ലേ? അച്ഛൻ അമ്മയോട് കാര്യം പോലെ പറ. എനിക്ക് പേടിയില്ല. ഞാൻ എന്തിനെ സംസാരിക്കണം? അച്ഛന്
അച്ഛൻ പോയി സംസാരിക്കും. കാം ഡൗൺ. അമ്മ വീഴും. അച്ഛൻ കാര്യം പോലെ അവതരിപ്പിച്ച അമ്മ വീഴും. ഉറപ്പാണ്? ഉറപ്പാ. സംസാരിക്കല്ലേ? ബി ചിൽ. എടാ, അതുപോലെ ഒരാളെ കൂടെ നമുക്കൊന്ന് പണി കൊടുക്കണം. ആര്? നിന്റെ അപ്പച്ചി ഉണ്ടല്ലോ, അവളാണ് ഇവിടെ വന്ന് ഈ കുടുംബത്തിൽ മൊത്തം കുളം ഉണ്ടാക്കി. സത്യം. ഇത് കഴിയട്ടെ, നമുക്കൊരു പണി അവക്കിട്ട്. ഉറപ്പായിട്ടും. ഞാൻ പോട്ടെ. യെസ് ഡാഡി, ഗോ. ഓൾ ദി ബെസ്റ്റ്. അച്ഛാ, ആ കാളികുളം കേട്ടോ. ഇങ്ങോട്ടുണ്ടോ? ചേട്ടാ മര്യാദക്ക് തന്നെ കേട്ടോ, എന്റെ മോളെ ഞാൻ തരത്തിലാണ്ടല്ലോ. മോളറിഞ്ഞാലേ നിന്റെ പുറകിൽ അവളെ പിടിച്ച് കെട്ടി വെക്കണേ. അടങ്ങി നിക്കണേടാ. ചേട്ടൻ പ്രേമിച്ചിരുന്നതിന് ഞാൻ തെറ്റിയത്. ഞാൻ പ്രേമിച്ചതോ? എന്ത് പ്രേമിച്ചത്? നീ ഇത് പറഞ്ഞ് എന്റെ കുടുംബം കുളവാക്കുന്ന എനിക്കറിയാം. ചേട്ടന്റെ കുടുംബത്തിന് ആദ്യമേ അടിത്തറയില്ല, ഞാനായിട്ട് ഇളക്കാനൊന്നുമില്ല. നിന്റെ അടിത്തറ ഞാൻ കാണിച്ചു തരാടി. കാലുകൂടെ അപ്പച്ചി ഞാൻ കേട്ടോ, ഉറപ്പാണ്. അളകിരി ഈ നടുക്കൊന്ന് പിടിച്ചേ. ഞാനേ അകത്ത് പോയിട്ട് ഇവിടെ പരുന്തും കാക്കയൊന്നും കൊത്തിക്കൊണ്ടോ നോക്കണം കേട്ടാ. കടല ഡാഡി, മൈ ഡാഡി, മൈ സൂപ്പർ ഡാഡി. എണ്ണത്തിന് ഗുണ്ടയാണ്, ഗുണ്ടയാടാ നിന്റെ അച്ഛൻ. ഇനി അടങ്ങിയിരുന്നില്ലെങ്കിൽ ഞാൻ പണം മേടിച്ചു കേട്ടോ. വിടടാ പട്ടി. പട്ടീന്നാ? ഞാൻ വിടും. ഞാൻ കാലി വിട്ടു. അപ്പച്ചീനെ ഞാൻ മഴത്തി അടിക്കും. ഞാൻ പണ്ടത്തെ കുമ്പുമാണ്, കരാട്ടയാണ്. വീഴും നടുവഴി. അപ്പച്ചി അടങ്ങിരി. അച്ഛനിപ്പോ ഷോ കാണിക്കില്ല. ഇല്ല, കാണിക്കും. അപ്പച്ചിയുടെ കൈ കൊടുക്കും. അപ്പച്ചി പുഷ്പേ, എന്നോടൊന്നും പറയുകയും ചെയ്യണ്ട, എനിക്കൊന്നും കേൾക്കുകയും ചെയ്യണ്ട. എടീ, അതൊക്കെ ഓരോ ചെറുപ്രായത്തിലുണ്ടാകുന്ന ചുറ്റിക്കളികളല്ലേ. എന്നിട്ട് എനിക്ക് അങ്ങനത്തെ ചുറ്റിക്കളിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിനക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, സമ്മതിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ ചില തോന്നിയിരുന്നു ചില കാര്യങ്ങളൊക്കെ. അതൊക്കെ ഓരോ ചാബല്യങ്ങളാ. നിങ്ങളെ ചാബല്യങ്ങളും ഞാൻ ശരിയാക്കി തരാട്ടാ. എടി, സത്യമായിട്ടും നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ആരോടും അങ്ങനത്തെ ഒരു ചാബല്യം തോന്നിയിട്ടില്ല. സത്യം. ഏതോ നാടകത്തിലെ ഡയലോഗും പൊക്കി പിടിച്ചു വന്നിരിക്കുന്നു, നാണുമില്ലാത്ത മനുഷ്യൻ. എടി, എനിക്ക് നാണം ഉണ്ടായിരുന്നു. എന്റെ നാണം ഈ പ്രശ്നത്തിലൊക്കെ കാരണം. എനിക്ക് നാണമില്ല, മാനമില്ല. എനിക്ക് നാണം ഇല്ലായിരുന്നെങ്കിലേ ഈ കത്തുകളൊക്കെ ഉണ്ടല്ലോ, നിനക്കൊരു നൊസ്റ്റാൾജിയ പെട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് എത്തിയേനെ. എന്റെ നൊസ്റ്റാൾജിയ പെട്ടിയിൽ എങ്ങനെയാ ഈ കത്ത് വരുന്നത്? ഞാനിതെല്ലാം നിനക്കായിട്ട് എഴുതിയതുകൊണ്ട്. അടുത്ത ഉടായിപ്പ്, ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി. ശരി, ഞാനെന്നാ എഴുത്തൊക്കെ വായിച്ചു തരാം. അപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമാവുമല്ലോ. ആയിക്കട്ടെ. മുല്ലപ്പൂ മൊട്ട് പോലെയുള്ള നിന്റെ പല്ല് കാണിച്ചുള്ള ആ ചിരി കാണുമ്പോൾ എൻ്റെ മനസ്സ് സൂര്യകാന്തി പൂ പോലെ വിരിയുന്നു. അടുത്തത് വായിക്കാം. ഇത് നിങ്ങളെ മറ്റവൾക്ക് വേണ്ടി എഴുതിയതല്ലേ? കേൾക്കൂ. അടുത്തത് വായിക്കാം. റോസാ ചെടിയിൽ മുള്ളാണ്, പക്ഷേ അതിലെ റോസാപ്പൂ എത്ര മനോഹരമാണ്. എനിക്കറിയാം നീ റോസാ ചെടിയിലെ മുള്ളിനെ പോലെ ആണെങ്കിലും നിന്റെ മനസ്സ് റോസാപ്പൂ പോലെയാണ്. കേട്ടല്ലോ? എന്ത് തോന്നുന്നു? ഇതൊക്കെ നിങ്ങളെ മറ്റവൾക്ക് വേണ്ടി എഴുതിയത് തന്നെ. എന്നിട്ട് എന്നെ വായിച്ചേൽപ്പിക്കുന്നത്? എടി, നിന്റെ പേര് പുഷ്പേന്നാണല്ലോ അല്ലേ? ആണല്ലോ. നിങ്ങൾ എന്റെ പേര് പോലും മറന്നു. അത് മറന്നിട്ടല്ലേ, അതൊരു പ്രയോഗമാ. നിന്റെ പേര് പുഷ്പേന്നാണല്ലോ. ഞാൻ ഈ എഴുതിയ കത്തുകളെല്ലാം പൂക്കളെ കുറിച്ചല്ലേ? റോസാപ്പൂ, മുല്ലമുട്ട്. ഞാനെന്തിനാ മറ്റുള്ളവർക്ക് ഈ പൂക്കളെ കുറിച്ച് എഴുതി കൊടുക്കുന്നത്? നീ ആലോചിച്ച് നോക്ക്. പിന്നെ നിങ്ങൾ എനിക്ക് ഇതെന്താ അന്നേ തരാതിരുന്നേ? എടി, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നാണമായിരുന്നു. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ തന്നൂടായിരുന്നോ? കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ലെറ്ററിനെ പറ്റിയും നൊസ്റ്റാൾജിയെ പറ്റിയൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ ഇപ്പോഴല്ലേ ഇത് തപ്പിച്ചെന്നപ്പോഴല്ലേ ഇതൊക്കെ കാണുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തു തരുമായിരുന്നു. ഉറപ്പായിട്ടും തരുമായിരുന്നു. സത്യമായിട്ടും. ഇനി ഈ കത്തൊക്കെ എഴുതുമ്പോഴേ തന്നെ മോളിയിരുന്ന് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്ന് നിന്റെ കയ്യിലെത്തണം, നീ വായിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പം സഞ്ജുവിന് ഉറക്കത്തിന്റെ പ്രശ്നം വരികയും അതിന് ആനവാൽ മോതിരം ഇട്ടാൽ മതി എന്ന് പറയുകയും അത് തപ്പി ഞാൻ പോയി ആ പെട്ടി തുറക്കുകയും ഈ ലെറ്റർ കിട്ടുകയും ഇതൊക്കെ യാദൃശ്ചികമായിട്ടല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാ പിന്നെ ഞാനതൊന്ന് നോക്കട്ടെ.
ചെമ്പരത്തിപ്പൂ മാനസിക രോഗിയുടെ അടയാളമായി രേഖപ്പെടുത്തുമ്പോഴും ആ ചെമ്പരത്തിപ്പൂവിനും ഒരു മനസ്സുണ്ടെന്ന് മനസ്സിലാക്കൂ റോസാ പൂവേ. കവി എന്താ ഉദ്ദേശിച്ചത്? ഞാനൊരു ദിവസം റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നീ സ്കൂളിൽ നിന്ന് വന്നില്ലേ, അന്ന് നിൻ്റെയൊക്കെ ഞാൻ എന്തോ ഒരു പ്രണയം പോലെ പറഞ്ഞപ്പോൾ നീ ഭയങ്കര ദേഷ്യപ്പെട്ട് വഴക്കിട്ട് നീ വീട്ടിലോട്ട് കുലുങ്ങിപ്പോയി. അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ പോയിരുന്ന് എഴുതിയ എഴുത്തായത്. ഞാൻ അങ്ങനെ പോയോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിനക്ക് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. ഞാൻ സ്കൂള് വിട്ട വീട്, വീട് വിട്ട സ്കൂള്, അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്.